മുസ്ലിം ലീഗിലെ ടേം വ്യവസ്ഥയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മണ്ഡലം മാറിയേക്കുമെന്നും സൂചനയുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എന്താണ് ലീഗിൽ നടക്കുന്ന ചർച്ചകൾ? ഗോകുൽ, ഉന്മേഷ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും ഇത്തവണയും മുസ്ലിം ലീഗിനെ നയിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് 3 ടേം വ്യവസ്ഥയിൽ ഇളവുണ്ടാവും. എം.കെ. മുനീറിനും ഇളവ് നൽകാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എം.കെ. മുനീർ തയ്യാറാണെങ്കിൽ, മത്സരിക്കാൻ വീണ്ടും തയ്യാറാണെങ്കിൽ എം.കെ. മുനീറിന് ഇളവ് നൽകുന്ന കാര്യവും മുസ്ലിം ലീഗിന്റെ പരിഗണനയിലുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകുന്നതിൽ ആർക്കും തർക്കമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില എം.എൽ.എമാർക്കും ഇളവ് നൽകാനുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. ഏറനാട് എം.എൽ.എ ആയിട്ടുള്ള പി.കെ. ബഷീർ ഇളവ് ലഭിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുണ്ട്. അദ്ദേഹം ഇളവ് ലഭിച്ച് മത്സരിക്കുകയാണെങ്കിൽ ഏറനാടിൽ നിന്ന് മാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ മഞ്ചേരിയിൽ കൂടി പി.കെ. ബഷീറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് എം.എൽ.എ എൻ ഷംസുദ്ദീൻ, അദ്ദേഹത്തിനും ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയാണ് തേടുന്നത്. ഈ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കാത്ത ചില ആളുകൾ, അതോടൊപ്പം തന്നെ ഒറ്റത്തവണ മത്സരിച്ച മഞ്ചേരി എം.എൽ.എ UA ലത്തീഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തവണ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടുതൽ യുവാക്കൾ മത്സരരംഗത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഷ്റഫ് അലി, അതോടൊപ്പം തന്നെ MSFന്റെ ദേശീയ പ്രസിഡന്റ്, അതോടൊപ്പം ചന്ദ്രികയുടെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി, അങ്ങനെ 3 പേർ ഇത്തവണ പുതിയതായി മത്സരരംഗത്തേക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ചുള്ള പി.കെ. ഫിറോസ് കുന്നമംഗലത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുന്നമംഗലത്തേക്ക് പി.കെ. ഫിറോസ് മാറുകയാണെങ്കിൽ അവിടെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നെ നെല്ലിക്കുന്ന്, UA ലത്തീഫ്, KPA മജീദ്, പി ഉബൈദുള്ള തുടങ്ങിയ ആളുകളാണ് ഇത്തവണ മാറി നിൽക്കാൻ സാധ്യതയുള്ളതായി മുസ്ലിം ലീഗിനകത്ത് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ നിന്ന് ഉബൈദുള്ള മാറി നിൽക്കുന്ന സ്ഥാനത്തേക്കാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വരിക. പി.കെ. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ വേങ്ങരയിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തായിരുന്നു പാർലമെന്ററി രാഷ്ട്രീയം ആരംഭിച്ചത്. അവിടെ നിന്ന് ആരംഭിച്ച് അവിടെ തന്നെ തന്റെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ഒരു താല്പര്യം പി.കെ. കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് വേങ്ങരയിൽ നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ PMA സലാം വരുന്നു. PMA സലാമിന്റെ പേര് വേങ്ങരയിലും തിരൂരങ്ങാടിയിലും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുഹറ മമ്പാടിന്റെ പേരും തിരൂരങ്ങാടിയിൽ ഉയർന്നു കേൾക്കുന്നു. കഴിഞ്ഞ തവണ ഒരു സീറ്റിലേക്കായിരുന്നു വനിതകൾക്ക് മുസ്ലിം ലീഗ് പ്രാതിനിധ്യം നൽകിയത്. അത് കോഴിക്കോട് സൗത്തിൽ നിന്നായിരുന്നു. കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള നൂർബിന റഷീദ് അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ യുവാക്കളെ കൊണ്ടെത്തിക്കാനുള്ള അല്ലെങ്കിൽ എത്തിക്കാനുള്ള ഒരു ചർച്ച മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നജീബ് കാന്തപുരം MLA ലീഗിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.